ഹൈ ഫ്രണ്ട്സ്, പതിവ് പോലെ ചായക്കുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ ഞാൻ വേഗം അരിയും കഴുകിയിട്ട് ഒരു അടുപ്പിൽ വെച്ചു. പിന്നെ ഞാൻ കടലയാണ് കറി വെക്കണത്. അപ്പം അങ്ങനെ കടല തലേദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വാരി കുക്കറിൽ വെക്കണം. പിന്നെ മണിക്കൂട്ടനുള്ള പാലും ആവശ്യക്കുള്ള പാലും പകർത്തി വെച്ചിട്ട് ബാക്കിയുള്ള പാലിൽ ഞാൻ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് അവിടെ അരിച്ചു വെച്ചു. എന്നിട്ട് ഞാൻ വേഗം കടല കുക്കറിലിട്ടിട്ട് വേഗം പോയി കുളിച്ചു. കുളി കഴിഞ്ഞ് വന്നിട്ട് വേഗം വിളക്കൊക്കെ വെച്ചു. വിളക്കൊക്കെ വെച്ചപ്പോഴേ എൻ്റെ വിചാരം ഇന്നത്തെ ആ മാസം 1-ാം തീയതിയാണ്. പക്ഷേ പിന്നെയാണ് അറിഞ്ഞത് ഇന്നല്ലാന്ന്. എന്നാലും കുളിയും കാര്യങ്ങളൊക്കെ കാലത്ത് തന്നെ കഴിയാറുണ്ടല്ലോ. അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് കടലയും കുക്കറിൽ അടുപ്പത്തിട്ടിട്ട് ബിജേഷേട്ടനോട് ഗ്യാസ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഞാൻ വേഗം പോയി കുളിച്ചത്. കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും സാമ്പ്രാണി ഇപ്പോൾ കത്തിച്ച് വെക്കാറുണ്ട്, ഓർമ്മ വെച്ചിട്ട്. അപ്പം അങ്ങനെ സാമ്പ്രാണിയൊക്കെ കത്തിച്ചു. എന്നിട്ട് ഞാനത് അവിടെ വെച്ചതിന് ശേഷം വേഗം കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ കടലൊക്കെ വെള്ളമൊക്കെ വെറ്റിയിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അവിടെ മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ ചോറ് വെന്തോ നോക്കിയപ്പോൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്നില്ല, ഒരുവിധം ആയി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് അവിടെ ഒന്നും കൂടി ഗ്യാസൊക്കെ കുറച്ചിട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു. അതിന് ശേഷം പിന്നെ ഞാൻ പഴം ഇരിക്കുന്നുണ്ടായിരുന്നു, 3 പഴഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ ബിജേഷേട്ടന് 10 മണിക്ക് 2-3 കഷ്ണമൊക്കെ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം അത് പുഴുങ്ങാനായിട്ട് കഴുകിയെടുത്തിട്ട് അത് കുക്കറിൽ പുഴുങ്ങിയെടുക്കാനായിട്ട് നോക്കുമ്പോൾ വാവിച്ച് വന്നിട്ട് പറയാണ്, ഒരു പഴം അവിടെ വെച്ചോളൂ, അതെനിക്ക് നെയ്യൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് കഴിക്കണമെന്ന്. അപ്പോൾ ഞാൻ 2 വലിയ പഴം എടുത്തിട്ട് പുഴുങ്ങാനായിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെച്ചു. അപ്പോൾ ഞാനത് ചെറിയ കഷ്ണങ്ങളാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, എന്താണെന്ന് വെച്ചാൽ മണിക്കൂട്ടിന് ഭാവിച്ചിട്ടും പുഴുങ്ങിയ പഴം ഇഷ്ടമില്ല, പിന്നെ വിജയശേട്ടനും എനിക്കാണ് ഇഷ്ടം. അപ്പം അങ്ങനെ ഞാൻ ബാക്കി ഒരു പഴം അവിടെ മാറ്റി വെച്ചു. പക്ഷെ അതിൻ്റെ കടൻ തലയൊക്കെ മുറിച്ചിട്ട് അവിടെ വെച്ചു. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ കടല വറുത്തരച്ചിട്ട് കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ വാവിച്ച് കുറേ ദിവസമായി പറയണു കടല നാളികേരമൊക്കെ ഇട്ടിട്ട് കറി വെച്ചോളൂ എന്ന്. എപ്പോഴും ഉപ്പേരിയോ അല്ലെങ്കിൽ ഇതുപോലെ മസാലക്കറിയൊക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ നാളികേരം വറുത്തരച്ചിട്ട് കടല വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം നാളികേരമൊക്കെ ചിരകിയെടുത്തു. നാളികേരം, ചെറുള്ളിയും, ഒരു അല്ലി വെളുത്തുള്ളി എടുത്തു. പിന്നെ പച്ചമുളകും വേപ്പലയും പിന്നെ പെരിഞ്ചീരകമൊക്കെ നന്നായിട്ട് അതൊക്കെ വറുത്തെടുത്തു. അപ്പം അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വേറെ ചാറുകറിയായിട്ടൊന്നും വെക്കണില്ല, കടല കുറച്ച് ചാറോടക്കനെ വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ മുട്ട ഇരിക്കുന്നുണ്ട്, അത് ഓംലേറ്റും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്തിട്ട് കുടിച്ചു. കുളി കഴിഞ്ഞ് വന്ന വശം കുടിക്കാറുണ്ട്, പക്ഷേ ഇന്ന് നല്ലോണം നേരെ വൈകി എണീക്കാനായിട്ട്. അപ്പം മണിക്കൂട്ടനെ വിട്ടതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കുകയും ചെയ്തു. പിന്നെ കുളിയും വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നേരെ വൈകി. എന്നിട്ട് നാളികേരമൊക്കെ മൂത്ത് വന്നപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അതൊക്കെ ഒന്ന് പൊടികളൊക്കെ മൂത്ത് വരണവരെ ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് ആ പാത്രത്തിൽ തന്നെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് കരിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം അത് ചൂടാറണ വരെ ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് അത് ചൂടാറ്റാനായിട്ട് അവിടെ മാറ്റി വെച്ചതിന് ശേഷം വേഗം ഞാൻ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു, അത് ഊറ്റിയിടാനായിട്ട് നോക്കുകയാണ്. അപ്പം അങ്ങനെ ഇതുപോലെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് 2 ദിവസമായിട്ട് കാലത്താണ് വെക്കണത്. എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം എല്ലാ പണിയും കഴിയുമ്പോൾ മടി തോന്നും പിന്നെ തിളപ്പിച്ചിറക്കി വെക്കാനായിട്ട്. പിന്നെ റേഷൻ്റെ അരി നല്ല അരിയാണ് കിട്ടിയിട്ടുള്ളത്, വെള്ളരി. അപ്പോൾ വലിയ മണവും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ വേഗം അതൊക്കെ ഞാൻ ഊറ്റി അരിപ്പ പാത്രത്തിൽ ഇട്ടതിന് ശേഷം ഇനി എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പഴം പുഴുങ്ങണമെന്ന്. പിന്നെ ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ്. അപ്പോൾ കടലക്കറി കൂട്ടിയിട്ട് ചപ്പാത്തി കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ പാത്രമൊക്കെ തുറന്ന് നോക്കിയപ്പോൾ പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ അവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വേഗം നാളികേരം ചൂടാറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നാളികേരം അരയ്ക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ചെറിയ ജാറ്, മറ്റേ ജാറിൻ്റെ വാഷ് കേടായിട്ട് പെട്ടെന്നൊക്കെ തെറിച്ച് പോവുകയാണ്. അപ്പോൾ ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ നന്നായി അരഞ്ഞ് കിട്ടും ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ വേഗം കുക്കറിൽ അതൊക്കെ അരച്ചെടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി വൈകിയെന്ന്. അപ്പോൾ വിജയശേട്ടൻ എന്നോട് പറഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കി തന്നോ, പിന്നെ കടലക്കറിയും കൂട്ടിയിട്ട് ഞാൻ കഴിച്ചിട്ട് പോവാം, പിന്നെ നീ വരുമ്പോൾ ചോറ് കൊണ്ടുവന്നാൽ മതിയെന്ന്. അപ്പോൾ എനിക്ക് അംഗൻവാടിയുടെ അവിടേക്ക് കയറി പോകണോടത്ത് തന്നെയാണ് ആളുടെ കമ്പനി. അപ്പോൾ അപ്പോഴേക്കും ഭാഗ്യത്തിന് നാളികേരം അരച്ച് കിട്ടിയ വശം കറണ്ട് പോയി. അപ്പം ഞാൻ വേഗം കടല കാച്ചിയെടുക്കാനായിട്ടുള്ള സബോളയൊക്കെ ഞാൻ വേഗം അരിഞ്ഞെടുക്കുകയാണ്. അപ്പോഴേക്കും വാവിച്ച് എണീറ്റ് വന്നു. കുറച്ച് നേരമായി എണീറ്റ് വന്നിട്ട് ആൾ പാല് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചൂടാറിയിട്ടുണ്ടായിരുന്നു. അത് ചൂടാക്കാനായിട്ട് നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ണി വേഗം അച്ഛന് ചപ്പാത്തിയൊക്കെ ചുട്ട് കൊടുക്കുക, അപ്പോൾ അമ്മ വേഗം കടലയൊക്കെ ശരിയാക്കട്ടെ എന്ന്. അപ്പോൾ കറണ്ടും പോയല്ലോ. പിന്നെ നാളികേരം അരച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, അതിന് ശേഷമാണ് കറണ്ട് പോയത്. അപ്പോൾ ഞാൻ വേഗം ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് ചതച്ചു, ഇഞ്ചിയും. അപ്പോഴേക്കും പിന്നെ പെട്ടെന്ന് കറണ്ടും വന്നു കേട്ടോ. അപ്പോൾ വേഗം ഭാവിച്ച് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നോക്കണുണ്ട്. ഞാൻ വേഗം ഇഞ്ചി, പച്ചമുളക്, സബോളയൊക്കെ നല്ലോണം വഴറ്റിയിട്ട് അതിൽ അരച്ച് വെച്ച ഈ അരപ്പും ചേർത്തിട്ട്
അതിൽ കടല ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണം. കടല വറുത്തരച്ചാൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഞാൻ 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു, 2-3 എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതിലിട്ട് കൊടുത്തു. ഒരു എന്താ പറയുക, ഒരു ചൊടി കിട്ടുമല്ലോ, കടലയല്ലേ കറി, വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലല്ലോ. പിന്നെ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ വെളിച്ചെണ്ണ നോക്കിയപ്പോൾ വെളിച്ചെണ്ണ കഴിഞ്ഞു. അപ്പോൾ ഉള്ള വെളിച്ചെണ്ണ വാറ്റി ഒഴിച്ചു. അപ്പോൾ ഞാൻ വിജയശേട്ടനോട് പറഞ്ഞു, ഇന്ന് വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ട് വന്നോളൂ എന്ന്. ഇപ്പോൾ വെളിച്ചെണ്ണ കമ്പനിയിലായ കാരണം വാങ്ങിച്ചിട്ട് വരാമല്ലോ. അപ്പം അങ്ങനെ വേഗം ഞാൻ അതൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഇതിൽ അരച്ച് വെച്ച അരപ്പൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തു. എന്നിട്ട് ഞാൻ ആ മിക്സിയുടെ ജാറിലും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതും കഴുകി ഒഴിച്ചതിന് ശേഷം ഇത്തിരി ഒരു കുഴമ്പ് രൂപത്തിലാക്കി. കടലയിൽ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ ആ വെള്ളം ഒഴിച്ചാൽ മതി. ഇത് കടലയിൽ അധികം വെള്ളം ഉണ്ടായിരുന്നില്ല, ഇത്തിരി വേവാൻ പ്രയാസമുള്ള കടലയായിരുന്നു. അത്ര നല്ല കടലയല്ല. ഓണത്തിന് ഞാൻ വാങ്ങിച്ചപ്പോൾ ഇത്തിരി നല്ലോണം കുറേ നേരം വിസിലടിക്കണം, എന്നാലാണ് വെന്ത് കിട്ടുക. എന്നിട്ട് ഞാൻ അതൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ചു. മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല മണവും നല്ല ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ മല്ലിയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അപ്പോഴേക്കും വാവിച്ച് ചപ്പാത്തി ചൂടിലൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കുള്ള പാലൊക്കെ ചൂടാക്കി എടുത്തു. എന്നിട്ട് ആൾ പിന്നെ ചപ്പാത്തിയും കടലയൊക്കെ കഴിക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ കുളിക്കണം, പിന്നെ സ്കൂളിലേക്ക് പോകാൻ ഡ്രസ്സൊക്കെ മാറണം. അപ്പോൾ ചിലപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് ആൾ ഭക്ഷണമൊക്കെ കഴിക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ട്. ചിലപ്പോൾ ആൾക്ക് വിശക്കുന്നുണ്ടെന്ന് തോന്നിയെങ്കിൽ ആൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറുക. അപ്പോൾ ഞാൻ മുട്ട ഉണ്ടാക്കാനായിട്ടുള്ള സബോളയൊക്കെ അരിഞ്ഞെടുത്തു. അപ്പോഴേക്കും വിജയശേട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ആൾ പോയി. അപ്പം ഞാൻ വേഗം മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാം. പിന്നെ മണിക്കുട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ അവൻ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചില ദിവസം ഞാൻ ഇത്തിരി നേരത്തെ പോകാറുണ്ട്, മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ. അപ്പം അങ്ങനെ ഞാൻ വേഗം സബോളയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം ഇനി മുട്ട ഓംലേറ്റ് ഉണ്ടാക്കണം. പിന്നെ ചപ്പാത്തി വാവിച്ച് ചുട്ടു തന്നൂല. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ട്, ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്, അതൊക്കെ കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ വേഗം മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതൊക്കെ ഇട്ട് നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം ഞാനതൊക്കെ മുട്ട ഓംലേറ്റൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ കണ്ടില്ലേ, ഇത് ഇത്രയും പാത്രങ്ങൾ കഴുകിയെടുക്കാനുണ്ട്. ഓരോ പാത്രങ്ങൾ ആദ്യമൊക്കെ ഞാൻ എടുത്ത പാത്രങ്ങൾ അപ്പം തന്നെ കഴുകാറുണ്ട്. ഇപ്പം കാലത്ത് എന്താണാവോ, എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു മടിയാണ്. അപ്പോൾ പിന്നെ വിചാരിക്കും ഒരുമിച്ച് കഴുകാമെന്ന്. അപ്പം അങ്ങനെ ചായ വെച്ച പാത്രം മുതൽ എല്ലാ പാത്രങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, ഒക്കെ കഴുകി. അപ്പം അങ്ങനെ ഇനി പാത്രങ്ങൾ കഴുകിയതിന് ശേഷം ഇനി എനിക്കും വിജയശേട്ടനും വാവിച്ചിക്കൊക്കെ ചോറാക്കണം. അപ്പോൾ മണിക്കുട്ടന് ചോറാക്കണ്ട, മണിക്കുട്ടൻ ഇന്ന് ചോറ് സ്കൂളിൽ നിന്ന് വാങ്ങണേ, കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞു. 10ാം ക്ലാസ്സിലായാലും ടീച്ചർമാർ പറയും കഴിച്ചോളാൻ പറയാറുണ്ട് എന്ന് അവൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ചോദിക്കുകയെ 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊന്നും ചോറ് കിട്ടില്ലല്ലോ മണിക്കുട്ട, പിന്നെ നീ നോണ പറയണോ, ഉണ്ണണില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല അമ്മ, ഇപ്പോൾ വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളാം ടീച്ചർമാർ പറയാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവന് ചോറാക്കണ്ടെന്ന് പറഞ്ഞു. വാവിച്ചിക്കും എനിക്കും വിജയശേട്ടനുള്ള ചോറ് തന്നെ ആക്കണുള്ളൂ. അപ്പം അങ്ങനെ ഒരുപാട് പാത്രങ്ങളും ഒക്കെ കഴുകാനുണ്ടായിരുന്നു, കിണ്ണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാം തേച്ച് വെച്ചതിന് ശേഷം എല്ലാ പാത്രങ്ങളും ഞാൻ സിങ്കിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് ഓരോരോ പാത്രങ്ങളായിട്ട് കഴുകി വെക്കുകയാണ്. ഇനി എനിക്ക് അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിടണം, അടുക്കളയൊക്കെ തിണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിടണം. പിന്നെ വാവിച്ച് വന്നു കഴിഞ്ഞാൽ ആൾക്ക് നേരമൊന്നും ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വീട്ടിലെത്തുമ്പോൾ തന്നെ 5 മണിയൊക്കെ കഴിയും. പിന്നെ മേല് കഴുകി വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ട്യൂഷന് പോകാനുള്ള സമയമാവും. അപ്പം ഞാൻ പറയും ഒന്നും ചെയ്യണ്ട. പക്ഷേ സ്കൂളില്ലാത്ത ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ, സ്കൂളില്ലാത്ത ദിവസമൊക്കെ ആൾ ഒരുവിധം പണികളൊക്കെ ചെയ്ത് തരാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം ഇനി എനിക്ക് ചോറൊക്കെ ആക്കിയെടുക്കണം. അപ്പോൾ ഞാൻ വേഗം എല്ലാ പണികളും ചെയ്യാണ്. പിന്നെ പോണ വഴിക്ക് മണിക്കൂട്ടനെ പാർലിക്കാട് ഇറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഈ പണികളൊക്കെ കഴിഞ്ഞ് തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ച് കഴിഞ്ഞാൽ വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് പോവാമല്ലോ. പിന്നെ വേറെ വലിയ പണിയൊന്നുമില്ല. പിന്നെ ഞാൻ കാലത്ത് അത്ര പെടഞ്ഞിട്ടൊരു പണി ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ വന്നിട്ട് സമാധാനത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യാറുള്ളൂ. അപ്പം അങ്ങനെ വേഗം പാത്രങ്ങൾ കണ്ടില്ലേ, ഒരുപാട് പാത്രങ്ങളുണ്ട്. എടുത്ത ഒരു സ്പൂണ് വരെ ഞാൻ അപ്പം തന്നെ കഴുകാണ്ട്, അല്ലെങ്കിൽ ആദ്യമൊക്കെ ഞാൻ എല്ലാം വേഗം കഴുകി വെക്കേണ്ടതാണ്. ഇതെന്തോ കാലത്ത് അവിടെ കിടക്കട്ടെ പിന്നെ ചെയ്യാം അങ്ങനെ തോന്നിയിട്ട് എല്ലാതും ഞാൻ അങ്ങനെ അവിടെ ഇട്ടു. അപ്പം അങ്ങനെ ഓരോരോ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു. അങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം സിങ്കും പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ തുടച്ച് കഴുകി ഒക്കെ വൃത്തിയാക്കിയിട്ട് പോവും. അപ്പോൾ മണിക്കൂട്ടനെ പോണ വഴിക്ക് ഞാൻ പറഞ്ഞില്ല പാർലിക്കാട് ഇറക്കാമെന്ന്. അപ്പോൾ ആൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചായ എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചായ കൊടുത്തു. പിന്നെ ചപ്പാത്തിയും കടലക്കറിയൊക്കെ കൊടുത്തു. പിന്നെ പഴം പുഴുങ്ങിയത് അവന് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിജയശേട്ടനെ 2-3 കഷ്ണമാക്കാം, പിന്നെ ഞാനും 2 കഷ്ണം കഴിക്കും. ഞാൻ ചപ്പാത്തിയൊന്നും കഴിക്കുന്നില്ല, എനിക്കിങ്ങനെ വാങ്ങിച്ച ചപ്പാത്തിയൊന്നും അത്ര വലിയ ഇഷ്ടമല്ല. എനിക്ക് വീട്ടിലുണ്ടാക്കണ ചപ്പാത്തിയൊക്കെ തന്നെയാണ് ഇഷ്ടം. പക്ഷേ ഉണ്ടാക്കാനൊക്കെ കാലത്ത് മടി തോന്നണ കാരണമാണ് ഒരു പാക്കറ്റ് വാങ്ങണത്. അപ്പം അങ്ങനെ എല്ലാ പാത്രങ്ങളും കഴുകി എല്ലാം എന്താ പറയുക കറിപ്പാത്രങ്ങളും
എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴുകിയതിന് ശേഷം ഞാൻ വേഗം ചോറാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ബിജേഷേട്ടൻ തന്നെയാണ് ചോറാക്കണത്. അപ്പോൾ ഞാൻ പോണ വഴിക്ക് ആളുടെ ജോലി സ്ഥലം, അപ്പോൾ എനിക്ക് അവിടെ ചോറ് കൊടുത്തിട്ട് പോകാമല്ലോ. അപ്പോൾ ഞാൻ പറയുക ബിജേഷേട്ടൻ പൊക്കോ നേരെ വേഗിങ്ങ, ഞാൻ വരുമ്പോൾ ചോറ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വേഗം ഞാൻ ചോറാക്കി കൊടുത്തു. പിന്നെ വേറെ പ്രത്യേകിച്ച് കറിയൊന്നുമില്ല. കടലയുണ്ട്, പിന്നെ മുട്ട ഓംപ്ലേറ്റ് ഉണ്ട്. അതൊക്കെ കൂട്ടിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അച്ചാറുണ്ടായിരുന്നു, പക്ഷെ അച്ചാറൊന്നും ഞാൻ ഇട്ട് കൊടുത്തില്ല. അപ്പം അങ്ങനെ കടല നോക്കിയപ്പോഴേ എല്ലാവരും കാലത്ത് ചപ്പാത്തിക്കൊക്കെ എടുത്തപ്പോൾ ചാറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബിജേഷേട്ടന് മാത്രം കുറച്ചൊക്കെ ഊറ്റിയിൽ എടുത്തു. പിന്നെ ഞാൻ വാവിച്ചിക്ക് മുട്ട ഓംപ്ലേറ്റും കടലക്കറിയൊക്കെ ആക്കി ബിജേഷേട്ടനും കടലക്കറി മുട്ട ഓംപ്ലേറ്റ് ഒരു ഇലയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വെച്ച് കൊടുത്തത്. ചോറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളമായിട്ടൊരു തണുത്തതാവുമല്ലോ. അങ്ങനെ പഴം പുഴുങ്ങിയതും മുട്ട ഓംപ്ലേറ്റും കടലക്കറിയൊക്കെ ആക്കി നല്ല നല്ല വീഡിയോകളായിട്ട് വരാം കേട്ടോ.